അപ്പോൾ പുതിയ വീട്ടിൽ വന്നിട്ടുള്ള ആദ്യത്തെ സൺഡേ കേട്ടോ. ഒരു ചെറിയൊരു മിനി വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ രാവിലെ എണീറ്റ് വന്ന് ഞാൻ വെളിയിലൊക്കെ കുറച്ച് നേരം ഒന്ന് നിൽക്കും. എന്നിട്ട് അടുക്കളയിൽ പോയത് ഇവിടെയും കുറച്ച് നേരം നിൽക്കും കേട്ടോ. അടിപൊളിയാണ് ഇവിടെ. ഒരു 6-7 മണിയൊക്കെ ആകുമ്പോൾ നല്ല മഞ്ഞാണ്. പിന്നെ ഞാൻ എന്താ ദോശയ്ക്ക് ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങാൻ വേണ്ടി ഞാൻ തലേദിവസം സാമ്പാറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊന്ന് കടുവറുത്ത് സെറ്റ് ചെയ്ത് എടുക്കണം. പിന്നെ ഞാൻ ആദ്യം ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കിയപ്പോഴത്തേക്ക് അത് ശരിയായില്ല എന്നൊരു തോന്നൽ. പക്ഷെ ശരിയായ കേട്ടോ. പിന്നെ ഞാൻ ദോശ ഉണ്ടാക്കി. ദോശയും സാമ്പാറും ഇഡ്ഡലിയും ഒക്കെ ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ. അത് കഴിഞ്ഞ് മാമിയും അൽഫിയും കൂടെ ഇന്ന് സൺഡേ ആണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പോയി മീനും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചത്, ആ ചോറ് കിഴങ്ങും മീനും അതുപോലെ തോരനും വിഴുക്കൊക്കെ ഉണ്ടാക്കി നമ്മൾ ഉച്ചയ്ക്ക് അടിപൊളിയായിട്ട് കഴിച്ചു. പിന്നെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ചായ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ പുതിയ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ചായക്കടയുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയി ഇക്കതാ കടിയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് നമ്മൾ എല്ലാവരും കൂടെ ഇരുന്ന് ചായയും കടിയൊക്കെ ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മാമിയും അൽഫിയും വൈകിട്ടായപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വന്നിട്ട് ഇക്കാക്ക നാളെ കൊണ്ടുപോകാനായിട്ട് ഞാൻ ഇതുപോലെ അരിഞ്ഞ് വെക്കും. അപ്പോൾ രാവിലെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ അരി ഇതുപോലെ റൈസ് കുക്കറിലാക്കി വെക്കും. അപ്പോൾ രാവിലെ എടുക്കാനും എളുപ്പമാണ്. പിന്നെ ഇതാ രാത്രി കഴിച്ചിട്ടുണ്ടായിരുന്നത് ഷവായും അതുപോലെ കുബൂസൊക്കെ ആയിരുന്നു. പിന്നെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ച ശേഷം ഞാൻ ലൈറ്റൊക്കെ അണച്ച് പോയിട്ട് കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു